بسم الله عليك توكلنا وإليك عنبنا وإليك المصير حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله ولا حول ولا قوة إلا بالله ولا حول ولا قوة إلا بالله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള മഹാന്മാരായ സാദാത്യങ്ങളെ, ബഹുമാനികളായ അലിമീങ്ങളെ, ദീനിന്റെ സഹായികളായ ബഹുമാനപ്പെട്ട ഉമറാക്കളെ, ബഹുമാനപ്പെട്ട യുവ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു നമ്മെല്ലാം ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അള്ളാന്റെ മുത്തഖീങ്ങളായ ദാസന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. സർവ്വവിധ മുസീബത്തുകൾ തൊട്ടും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സാഹിറിന്റെ സിഹറിനെ തൊട്ടും ആയിന്റെ ആയിനെ തൊട്ടും ഹാസിദിന്റെ ഹസദിനെ തൊട്ടും അള്ളാഹു താല നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ ബഹുമാനപ്പെട്ട നേതാവും സുന്നത്ത് ജമാഅത്തിന്റെ അർപ്പണബോധമുള്ള വലിയ നേതാക്കളിൽ ഒരാൾ, ദീനിന്റെ വലിയ സഹായിയും സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും വലിയ വഴികാട്ടിയും എല്ലാമായിരുന്ന മഹാനായ തൊട്ടി ഉസ്താദ് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അല്ലാഹു മർഹമത്ത് നൽകട്ടെ. അള്ളാന്റെ ഫിർദൗസിന്റെ വാതിൽ അവരുടെ ഖബറിലേക്ക് തുറന്നു കൊടുക്കട്ടെ. അവരെയും നമ്മയും അല്ലാഹു തആല സന്തോഷത്തിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അവർക്ക് ശേഷം ഫിത്നയിലാവുന്നതിനെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു അവരുടെ വിളിച്ചുപോയ മഹാന്മാരുടെ വഴി ബാക്കി ചെയ്ത് അവരെപ്പോലെ സന്തോഷിച്ച് അള്ളാന്റെ ലിഖാഇലേക്ക് നീങ്ങാൻ തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ആഖിർ സമാനിന്റെ വിളിയാളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആഖിർ സമാനിന്റെ രീതി എന്ന് പറഞ്ഞാൽ ഇവിടെയും വസ്വാസുകൾ ഉണ്ടാവുക എന്നുള്ളത്. മനുഷ്യന്റെ കൽബുകളിൽ റാസിഖായ ഈമാൻ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇന്നതില്ല എന്ന് വാദമില്ല. എന്നാൽ ഇന്ന് അതില്ലാതെയാക്കാനുള്ള കിണഞ്ഞ ശ്രമം ഇന്ന് മുസ്ലിമീങ്ങൾ എന്നവകാശപ്പെടുന്നവർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും കുഴപ്പങ്ങൾ ഉണ്ടാക്കും, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. എല്ലാത്തിലും ഒരു തെറ്റിദ്ധാരണ പരത്തും. ഏറ്റവും ചുരുങ്ങിയത് നീട്ടി വലിച്ചിങ്ങനെ പ്രസംഗിക്കുന്ന ഒരു ശൈലിയെ വളരെ കൂടുതൽ എതിർത്തിരുന്ന ഒരു വിഭാഗം ആളുകൾ ജനങ്ങളെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി നീട്ടി വലിച്ചിങ്ങനെ പ്രസംഗിക്കും. കേരള നേതൃത്വ മുജാഹിദിന്റെ പ്രഭാഷകന്മാർ അലാസ്റ്റിക് വഅള് എന്നായിരുന്നു അതിനെ കളിയാക്കിയിരുന്നത്. ഈ അലാസ്റ്റിക് വഅളുകൾ ഉപയോഗിക്കും. സ്വരം കേട്ടാൽ ഒരു സുന്നി പ്രസംഗിക്കുന്നത് പോലെ തോന്നുന്നത്. എന്നാൽ പട്ടിൽ പൊതിഞ്ഞ പാഷാണം സമൂഹത്തിന് നൽകുന്നത്. ഇതാണ് ജനങ്ങളെ ദുഷിപ്പിക്കുന്ന വസ്വാസിന്റെ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്ര വളരെ വിലപ്പെട്ട ഒരു സമയത്തും സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതൽ വേദനാജനകമായ ഒരു സാഹചര്യത്തിൽ അതെല്ലാം മറന്ന് ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി എനിക്ക് നിൽക്കുന്നത്. കേട്ടി ഉസ്താദിനെ പോലത്തെ ഒരാളുടെ മരണം മനസ്സിനേൽപ്പിച്ച ആഘാതം ചെറുതൊന്നുമല്ല.
ഒരു നിർബന്ധ സാഹചര്യത്തിൽ പോലെ ആണ് എന്നെ പോലെയുള്ള ഒരാൾ ഇവിടെ നീക്കിയിരിക്കുന്നത്. അല്ലാഹു തആല ബഹുമാനപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട മുസ്ലിം സമുദായം ഗൗരവമായി ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗനീമത്ത് ഓഹരി ചെയ്യുകയായിരുന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ മനാഖിബിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗനീമത്ത് ഓഹരി ചെയ്യുകയാണ്. ദുൽ ഹുബൈസ്റ എന്നൊരാൾ ബനൂ തമീം ഗോത്രക്കാരൻ ഹബീബിന്റെ അരികിൽ വന്ന് പറഞ്ഞു, യാ മുഹമ്മദു, നീതി ചെയ്യും മുഹമ്മദേ എന്ന് പറഞ്ഞു മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ ഇവിടെ സയ്യിദ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഹബീബിന്റെ മുഖം തുടുത്തുപോയി, ചുവന്നുപോയി. ഹബീബ് പറഞ്ഞു, ഞാൻ നീതി ചെയ്യുകയില്ലെങ്കിൽ പിന്നെ ആരെയാണ് നീ നീതിക്ക് കണ്ടിട്ടുള്ളത്? ഞാൻ നീതിമാൻ അല്ലെങ്കിൽ പിന്നെ ആരാണ് നീതിമാൻ എന്ന് ഹബീബായ നബി അപ്പോഴത്തിന് മുന്നിലേക്ക് വന്നു. സയ്യിദുനാ ഉമർ, അൽ ഫാരിഖു ബൈനൽ ഹഖ് വൽ ബാതിലി, ഹഖിന്റെയും ബാതിലിന്റെയും ഇടയിൽ അല്ലാഹു നൽകിയ വ്യത്യാസം എന്ന് ലോകം കണ്ട ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ, ഫറൂഖായ സയ്യിദുനാ ഉമർ, ഇദല്ലി യാ റസൂലല്ലാഹ് അദ്രിബു ഉനുഖഹു, നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എനിക്കൊരു സമ്മതം തന്നാൽ മതി, ദുൽ ഹുവൈസ്റത്തിന്റെ പെരടി ഞാൻ വെച്ചു. ഈ ബനൂ തമീം ഗോത്രക്കാരന്റെ പെരടി ഇപ്പോൾ ഞാൻ വിട്ടു. നിങ്ങൾ നിങ്ങളുടെ നീതിയിൽ ശങ്കിച്ചവനെങ്കിലും ജീവിച്ചിട്ടുണ്ട്. ഇവന്റെ പെരടി ഞാൻ വെട്ടും എന്ന് സയ്യിദുനാ ഉമർ ഈ ഹദീസ് ഇമാം ബുഖാരി സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. قال النبي صلى الله عليه وسلم دعوه فإن له أصحابا يحقر أحدكم صلاته مع صلاتهم وصيامه مع صيامهم يمرقون من الدين كما يمرق السهم من الرمية. ഹബീബായ നബി പറഞ്ഞു, ഹബീബായ നബി പറഞ്ഞു, മുഅ്മിനീങ്ങൾ ചിന്തിക്കണം, ഇന്ന ലഹു അസ്ഹാബൻ, ഇവന്റെ പിറകിൽ ചില ആളുകൾ വരാൻ പോകുന്നുണ്ട്. ഇവന്റെ ചില ആളുകൾ